എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ 26ാമത്തെ സർഗത്തിലെ 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. താടകയുടെ ആക്രമണവും താടകയെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി എങ്ങനെയാണ് പ്രത്യാക്രമണം നടത്തിയത് എന്നുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഇവരെ, അതായത് ശ്രീരാമനെയും ലക്ഷ്മണനെയും പാറക്കെട്ടുകൾ വർഷിച്ചിട്ട് അതിന്റെ നടുക്ക് നിർത്തി ചുറ്റുപാടും പാറക്കഷ്ണങ്ങൾ വീണ് കിടക്കുന്ന ആ അവസ്ഥയിൽ നിർത്തിയപ്പോൾ ഗാധിനന്ദനായിട്ടുള്ള വിശ്വാമിത്രൻ എന്താണ് പറഞ്ഞ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. ദൃഷ്ട്യാ ഗാധിസുത ശ്രീമാനിദം വചനമബ്രവീത് അലം തേ ഘൃണയാ രാമ പാപൈഷാ ദുഷ്ടചാരിണീ. 22ാമത്തേതും കൂടി നമുക്ക് നോക്കാം. യജ്ഞവിഘ്നകരീ യക്ഷീ പുരാ വർദ്ധേതമായയാ വധ്യതാം താവദേവൈഷാ പുരാ സന്ധ്യാ പ്രവർത്തതേ. ഈ താടകയെ വേഗം വധിക്കൂ എന്നാണ് വിശ്വാമിത്രൻ പറയണത്. ദൃഷ്ട്യാ ഗാധിസുത ശ്രീമാനിദം വചനമബ്രവീത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഗാധിസുതൻ, ഗാധിനന്ദനൻ എന്നൊക്കെ പറഞ്ഞാല് വിശ്വാമിത്രനാണ്. വിശ്വാമിത്രൻ, ശ്രീമാനായിട്ടുള്ള വിശ്വാമിത്രൻ ഇതം വചനം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അലം തേ ഘൃണയാ രാമ പാപായേഷ ദുഷ്ടചാരിണി. ഹേ രാമ, അല്ലയോ രാമ, തേ ഘൃണയാ അലം, നീ ഇവളോട് ദയ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു പരിഗണനയും കൊടുക്കേണ്ടവളല്ല ഈ താടക. അതുകൊണ്ട് ഇവളോട് ദയ കാട്ടുന്നത് നിർത്തൂ. അലം തേ ഘൃണയാ രാമ, എന്തുകൊണ്ട്? ഏഷാ പാപാ ദുഷ്ടചാരിണി, ഇവൾ പാപം ചെയ്യുന്നവള്, അതായത് ആൾക്കാരെയൊക്കെ വധിക്കുകയും തിന്നുകയും ഒക്കെ ചെയ്യുന്നവളാണ്. ആരെയും സമാധാനത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കാത്തവളാണ്. ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നവളാണ്. അതുകൊണ്ടാണ് പാപാ ദുഷ്ടചാരിണി എന്നൊക്കെ പറഞ്ഞത്. മാത്രമല്ല, യജ്ഞവിഘ്നകരീ യക്ഷി, യജ്ഞങ്ങൾക്ക് മുഴുവനും വിഘ്നമുണ്ടാക്കുന്നവളാണ്, ഒരു യക്ഷിണിയാണ്. ചീത്ത പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ഒരു രാക്ഷസ സ്ത്രീയാണ്. എന്നിട്ട് പറയാണ്, പുരാവർദ്ധേതമായ, ഇനിയും അവളെ വെറുതെ വിട്ടാൽ മായ കൊണ്ട് ഇവൾ ശക്തി കൂട്ടി വന്ന് പിന്നെയും ആക്രമിക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്, വേഗം തന്നെ അവളെ വധിക്കൂ. വധ്യതാം താവദേവൈഷാ, ഏഷാ താവത് ഏവ വധ്യതാം, ഇപ്പോൾ തന്നെ അവള് കൊല്ലപ്പെടേണ്ടവളാണ്, ഇപ്പോൾ തന്നെ അവളെ കൊല്ലണം. എന്തുകൊണ്ട്? പുരാ സന്ധ്യാപ്രവർത്തതേ, സന്ധ്യ ആവാറായി. പുരാ എന്ന് വെച്ചാൽ മുമ്പിൽ, പണ്ട് എന്നും അർത്ഥമുണ്ട്, വരാൻ പോണു എന്നും അർത്ഥമുണ്ട്. ഇവിടെ വരാൻ പോകുന്ന സന്ധ്യയെ പറ്റിയിട്ടാണ് പറയണത്. സന്ധ്യ വരാൻ പോകുന്നു, സന്ധ്യാസമയമായിട്ടുണ്ടെങ്കിൽ രാക്ഷസന്മാർക്കൊക്കെ ബലം കൂടും, രാക്ഷസികൾക്കും ബലം കൂടും. അതുകൊണ്ട് സന്ധ്യയാവാൻ നിൽക്കണ്ട, വേഗം തന്നെ അവളെ വധിച്ചാലും എന്ന് ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയാണ് ചെയ്യണത്. അതാണ് 23ാമത്തെ ശ്ലോകത്തിൽ പറയണത്. രക്ഷാംസി സന്ധ്യാകാലേ തു ദുർധർഷാണി ഭവന്തി ഇത്യുക്ത സതുതാം യക്ഷ്മീമശ്മവൃഷ്ട്യാഭിവർഷിണീം. 24 കൂടിയും ചൊല്ലാം. ദർശയൻ ശബ്ദവേദിത്വം താം രുരോധ സസായകൈഃ സാരുദ്ധാ ബാണജാലേന മായാബലസമന്വിതാ. രക്ഷാംസി സന്ധ്യാകാലേ ദുർധർഷാണി ഭവന്തി. രാക്ഷസന്മാര്, അവിടെ സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ല പറഞ്ഞത്, നപുംസകലിംഗത്തിലാണ്. രാക്ഷസന്മാർക്ക് സന്ധ്യാകാലത്തില് ഊക്ക് കൂടും, ശക്തി കൂടും. അവരെ അമർച്ച ചെയ്യാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. സന്ധ്യാകാലേ തേ അല്ലെങ്കിൽ താനി ദുർധർഷാണി, അവരെ ആക്രമിക്കാൻ വളരെ പ്രയാസ, അവരെ അമർച്ച ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത്യുക്ത, ഇപ്രകാരം പറയപ്പെട്ടവനായ സഹ ശ്രീരാമൻ, താം യക്ഷീം, ആ യക്ഷിയായ, ആ യക്ഷിണി അല്ലെങ്കിൽ രാക്ഷസിയായിട്ടുള്ള താടകയെ, അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അശ്മവൃഷ്ട്യ അഭിവർഷിണിയും, പാറക്കഷ്ണങ്ങളെ കൊണ്ട് മഴ പെയ്യണത് പോലെ അത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ ശരീരത്തിലേക്ക് ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്നവളായിട്ടുള്ള ആ യക്ഷിയെ ദർശയൻ, നല്ലവണ്ണം ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട്, അതായത് ശരിക്ക് കാണാനൊന്നും പറ്റണില്ല, പൊടിപടലങ്ങള് പാറക്കഷ്ണങ്ങള് എല്ലാം കൂടി ചേർന്നുകൊണ്ട് വേണ്ടതുപോലെ അവളെ കാണാൻ പറ്റണില്ല. അതുകൊണ്ട് തന്നെ ശബ്ദവേദിത്വം താം രുരോധ സ സായകൈഃ, ശബ്ദവേദിത്വം സായകൈഃ സ താം രുരോധ.
ശബ്ദവേദികൾ എന്ന് പേരുള്ള, അതായത് കാണുമൊന്നും വേണ്ട, ശബ്ദം കേട്ടാൽ തന്നെ അവിടേക്ക് അസ്ത്രം എയ്യാനുള്ള കഴിവാണ് ശബ്ദവേദി. ശബ്ദവേദി ബാണം. അത് ദശരഥന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ശ്രാവണകുമാരനെ ആനയാണെന്ന് വിചാരിച്ചിട്ട്, തുമ്പിയിൽ വെള്ളം എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കുംഭത്തിൽ വെള്ളം പകർത്തണ ശബ്ദം കേട്ടിട്ട് അവിടേക്ക് അസ്ത്രം എയ്തിട്ടുള്ള ആളാണ് ദശരഥൻ. അതേ കഴിവ് ശ്രീരാമനും ഉണ്ട്. അതാണ് ശബ്ദവേദിത്വം. ശബ്ദം കേട്ട ദിക്കിലേക്ക് അയച്ച് ആ ശബ്ദം ആരാണോ ഉണ്ടാക്കുന്നത് ആളെ വേദനം ചെയ്യാൻ, മുറിക്കാൻ അല്ലെങ്കിൽ വധിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള സായകൈഹി ബാണങ്ങളെ കൊണ്ട് സഹ താം രുരോധ, ആ ശ്രീരാമൻ അവളെ തടഞ്ഞു. അതായത് ആദ്യം പല വൈകൃതങ്ങളൊക്കെ ആക്കി കയ്യു മുറിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം തൻ്റെ ചില അസ്ത്രപ്രയോഗങ്ങളെ കൊണ്ട് അവളെ അനക്കാൻ പറ്റാത്ത വിധത്തിൽ തടയും ചെയ്തു. ഒന്നും രണ്ടോ അസ്ത്രങ്ങളൊന്നുമല്ല, സായകൈഹി ധാരാളം ശബ്ദവേദി ബാണങ്ങളെ കൊണ്ട് ഈ താടകയെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കി. അതാണ് സാരുദ്ധ ബാണജാലേന മായാബല സമന്വിത. മായാബല സമന്വിത സാ ബാണജാലേന രുദ്ധ. ഇപ്രകാരം മായാപ്രയോഗങ്ങളൊക്കെ നടത്തി ആക്രമണോത്സുകയായിട്ടിരിക്കുന്നവളായ ആ താടകയെ ബാണജാലേന, ബാണജാലം എന്ന് പറഞ്ഞാൽ ഇടതടവില്ലാതെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നതായ ബാണങ്ങൾ, അസ്ത്രങ്ങൾ, ആ അസ്ത്രപ്രയോഗങ്ങളാൽ അവളെ തടഞ്ഞു. അവളെ വളരെ ബലമായിട്ട് ഇനിയൊരു ആക്രമണങ്ങളും നടത്താൻ പറ്റാത്ത അത്രയ്ക്ക് ശക്തമായിട്ട് തടയുകയാണ് ചെയ്തത്. എന്നിട്ടോ ആ സമയത്ത് അവൾ പിന്നെയും എന്താ ചെയ്തത്? അതാണ് 25ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അഭിദുദ്രാവകാകുത്സ്ഥം ലക്ഷ്മണം ച വിനേദുഷീ താമാപതന്തീം വേഗേന വിക്രാന്താമശനീമിവ ശരേണോരസി വിവ്യാധ സാപപാതമമാരജ താം ഹതാം ഭീമസങ്കാശാം ദൃഷ്ട്വാ സുരപതിസ്തദാ സാധു സാധ്വിതികാകുത്സ്ഥം സുരാശ്ചാപ്യഭിഭൂജയൻ ഉവാച പരമപ്രീത സഹസ്രാക്ഷഃ പുരന്ദര. ഈ 3 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറഞ്ഞാൽ അതിന്റെ അർത്ഥബോധം ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരുമിച്ച് പറയണത്. അങ്ങനെ ആ ബാണജാലങ്ങളെ കൊണ്ട് തടയാൻ ശ്രമിച്ചു, തടഞ്ഞു എന്നാണ് പറഞ്ഞത്. ആ സമയത്ത് പിന്നെയും അവൾ ആക്രമിക്കാനായിട്ട് വരികയാണ്. അതാണ് കാകുത്സ്ഥം ലക്ഷ്മണം ച വിനേദുഷീ അഭിദുദ്രാവ. ശ്രീരാമനെയും ലക്ഷ്മണനെയും, ഇവിടെ കാകുത്സൻ എന്നുള്ളത് കൊണ്ട് ശ്രീരാമൻ തന്നെയാണ് അർത്ഥം എടുത്തിരിക്കുന്നത്. ലക്ഷ്മണനെയും കാകുത്സൻ എന്ന് പറയാൻ പറ്റും, അതായത് ആ വംശത്തിൽ പിറന്നവനാണല്ലോ. ഇവിടെ ശ്രീരാമൻ എന്നുള്ളതിന് പകരമായിട്ട് പര്യായമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആ കാകുത്സ്ഥനെയും ലക്ഷ്മണനെയും ആക്രമിക്കാനായിട്ട് ഇവൾ അഭിദുദ്രാവ, മേലേക്ക് ഓടി അടുത്തേക്ക് വരികയാണ് ചെയ്തത്. ശരീരം ഇപ്പൊ തന്നെ ശ്രീരാമന്റെ ശരീരത്തിലേക്കും ലക്ഷ്മണന്റെ ശരീരത്തിലേക്കും അപ്പോൾ തന്നെ മാന്തി ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും എന്തു ചെയ്തു? താമാപതന്തീം വേഗേന, തൻ്റെ മേലേക്ക് വീഴാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ നഖങ്ങളെ കൊണ്ടൊക്കെ കീറി മുറിക്കാനായിട്ട് വരുന്നവളായ ആ താടകയെ വിക്രാന്താം അശനീമിവ. അശനി എന്ന് പറഞ്ഞാൽ അശനിപാതം എന്ന് പറയുമ്പോൾ ഈ കൊള്ളിമീൻ മിന്നുക അല്ലെങ്കിൽ ഇടി മിന്നുക, അതിനെയൊക്കെയാണ് സംസ്കൃതത്തിൽ അശനി പറയാം. അതൊക്കെ വന്ന് പതിച്ചാൽ അപ്പോൾ തന്നെ കഥ കഴിഞ്ഞു പോവും. അതുപോലെയായിരുന്നു താടകയുടെ വരവ്, അശനിപാതം പോലെ. അങ്ങനെ അശനിപാതം പോലെ മേലേക്ക് എടുത്തു ചാടി വീഴുന്നവളായ ആ താടകയെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു ശ്രീരാമൻ? ശരേണോരസി വിവ്യാധ സാപപാത മമാരജ. അവളുടെ ഹൃദയത്തിലേക്ക് ഉരസി ശരേണ വിവ്യാധ, അവളുടെ ഹൃദയഭാഗം ശരം കൊണ്ട് ആക്രമിച്ച് വകവരുത്തി എന്നർത്ഥം. അതായത് ഹൃദയത്തിലേക്ക് അസ്ത്രം കൊണ്ട് ആ ഹൃദയത്തിന്റെ സ്പന്ദനം നിലപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. അങ്ങനെ സാപപാത, അവള് ഭൂമിയിൽ വീഴുകയും മരിക്കുകയും ചെയ്തു. മമാര മൃതാച്ച, ആ അസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് താടക നിലംപതിച്ചു, മരിച്ചുപോയി. താം ഹതാം ഭീമസങ്കാശാം ദൃഷ്ട്വാ സുരപതിസ്തദ. അങ്ങനെ വീണ് കിടക്കുന്ന, ഭയങ്കര വലിപ്പമുള്ള ഒരു പർവ്വതം വീണ് കിടക്കുന്നത് പോലെയാണ് താടക വീണ് കിടക്കുന്നത്. അങ്ങനെയുള്ള താടകയെ, മരിച്ച് താഴെ വീണ് കിടക്കുന്നവളായ ആ താടകയെ കണ്ടിട്ട്, ദൃഷ്ട്വാ സുരപതി, ഇന്ദ്രനും അതുപോലെ തന്നെ സുരാഹച, അത് അടുത്ത ശ്ലോകത്തിലാണ് കിടക്കുന്നത്, ദേവന്മാരെല്ലാവരും തന്നെ സാധു സാധു ഇതി കാകുത്സ്ഥം അഭിപൂജയൻ ഉവാച.
സാധു സാധു, വളരെ നന്നായി, വളരെ നന്നായി, ഇങ്ങനൊരു ശിക്ഷ തന്നെയാണ് താടകയ്ക്ക് കിട്ടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും അഭിനന്ദിച്ചു. അതാണ് കാകുത്സ്ഥം. ശ്രീരാമനെ സാധു സാധു ഇതി ഉവാച അഭിപൂജയൻ ഉവാച, വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അതുപോലെ പരമപ്രീത സഹസ്രാക്ഷ പുരന്ദര, അവരെല്ലാവരും പൂജിച്ചു. അതുപോലെ തന്നെ പുരന്ദരനായിട്ടുള്ള ഇന്ദ്രൻ ഇപ്രകാരം ശ്രീരാമനോട് ഉവാച പറഞ്ഞു. എന്താണ് പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകത്തിൽ അടുത്ത ദിവസം നമുക്ക് കാണാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ദൃഷ്ട്യാഗാധിസുത ശ്രീമാനിദം വചനമബ്രവീത് അലം തേ ഘൃണയാ രാമ പാപൈഷാ ദുഷ്ടചാരിണീ യജ്ഞവിഘ്നകരീ യക്ഷീ പുരാ വർദ്ധേതമായയാ വധ്യതാം താവദേവൈഷാ പുരാ സന്ധ്യാ പ്രവർത്തതേ രക്ഷാംസി സന്ധ്യാകാലേതു ദുർധർഷാണി ഭവന്തിഃ ഇത്യുക്തഃ സതു താം യക്ഷീം അശ്മവൃഷ്ട്യാഭിവർഷിണീം ദർശയൻ ശബ്ദവേധിത്വം താം രുരോധ സസായകൈഃ സാരുദ്ധാ ബാണജാലേന മായാബലസമന്വിതാ അഭിദുദ്രാവകാകുത്സ്ഥം ലക്ഷ്മണം ച വിനേദുഷീ താമാപതന്തീം വേഗേന വിക്രാന്താമശനീമിവ ശരേണോരസി വിവ്യാധ സാപപാതമമാരച താം ഹതാം ഭീമസങ്കാശാം ദൃഷ്ട്വാ സുരപതിസ്തദാ സാധു സാധ്വിതികാകുത്സ്ഥം സുരാശ്ചാപ്യഭിപൂജയൻ ഉവാച പരമപ്രീത സഹസ്രാക്ഷഃ പുരന്ദര. സുരാഹ അഭിപൂജയൻ, സുരന്മാര് പൂജിച്ചു. ഇന്ദ്രൻ ഇപ്രകാരം ശ്രീരാമനോട് സംസാരിച്ചു. എന്താ സംസാരിച്ചത് എന്നുള്ളതൊക്കെ അടുത്ത ദിവസം നമുക്ക് നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങള് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.